ഞാൻ ഇന്നുള്ളത് കാഞ്ഞിരംകുളത്താണ്. കാഞ്ഞിരംകുളം ജംഗ്ഷൻ്റെ അടുത്താണ്. ഇത് നമ്മളെ കാഞ്ഞിരംകുളം സബ് രജിസ്ട്രാർ ഓഫീസ്. കാഞ്ഞിരംകുളം എന്ന് പറഞ്ഞാൽ വലിയൊരു ജംഗ്ഷനാണ് കേട്ടോ. ശരിക്കും എടുത്ത് പറയേണ്ട വലിയൊരു ജംഗ്ഷൻ. നടന്ന് വരെയാണ് ട്രിവാൻഡ്രത്ത് വരുന്ന ഈ റോട്ടിൽ ആ തുടക്കം തൊട്ടേ ഫുൾ കടകളാണ് ഇവിടെ ഫുള്ളുള്ളത്. ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചു, നമ്മളെ ഈ ഒരു ജംഗ്ഷനിൽ നടന്നു വരുമ്പോൾ മുറുക്കിൻ്റെ കുറേ കടകളുണ്ട് കേട്ടോ. മുറുക്ക് ഉണ്ടാക്കുന്ന കടകൾ കുറേ ഉണ്ട്. കാഞ്ഞിരംകുളം മോട്ടോർ സ്റ്റാൻഡ് ഈ സംഭവം പോലുള്ള കട തൂക്കിട്ടിരിക്കണതെല്ലാം മാഗസീൻസൊക്കെ പണ്ട് ടൈപ്പിലുള്ളൊരു കട കൊള്ളാല്ലേ. ഇത് പഴയ പാട്ടൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അതിൻ്റെ അകത്ത് കോപ്പറേറ്റ് പറഞ്ഞുകൊണ്ട് കൂടുതൽ അടുത്തോട്ട് പോകാത്ത. അതിനിപ്പോൾ കാഞ്ഞിരംകുളം ജംഗ്ഷൻ മെയിൻ ജംഗ്ഷൻ ഈ ഒരു ജംഗ്ഷനാണ്. ഞാൻ പറഞ്ഞുതരാം. നേരെ പോകുന്നത് പൂവാറ്, അങ്ങോട്ട് പോകണം പുല്ലുവിടം, ഇങ്ങോട്ട് പോകണം നെയ്യാറ്റിങ്ങൽ. ഇത് നെയ്യാറ്റിങ്ങോട്ട് പോകുന്ന റോഡാണ്. മനസ്സിലായല്ലോ. ഐശ്വരി ശ്രീ ശ്രീ പാർവതി ടെമ്പിൾ ഇവിടെ നിന്നും 6 കിലോമീറ്റർ ഉള്ളോട്ടാ. ഈ ഒരു വഴിയിൽ എല്ലാ ജംഗ്ഷൻ്റെ ഏത് ഭാഗത്ത് പോയാലും, ആ ജംഗ്ഷൻ്റെ ഏത് ഭാഗത്ത് പോയാലും ഫുഡിൻ്റെ കുറേ സ്പോട്ട്സ് ഉണ്ട് കേട്ടോ. ഐസ്ക്രീം ആയാലും എന്തായിട്ടായാലും ഫുഡിൻ്റെ കുറേ സ്പോട്ട്സ് ഉണ്ട്. നെയ്യാറ്റിങ്കരയിൽ നിന്നും കാഞ്ഞിരംകുളം വരുന്ന വഴിയിലാണ് നമ്മളെ ഐസ് ബേ ഉള്ളത്. ഐസ് ബേ ഒരു സ്പോട്ട് ഉണ്ട് കേട്ടോ അവിടെ. ദി ഓൺ സ്കൂൾ ഡ്യൂട്ടി ഗവൺമെൻറ് LPS കാഞ്ഞിരംകുളം, ഗവൺമെൻറ് ഹൈസ്കൂൾ കാഞ്ഞിരംകുളത്തിൻ്റെ വലിയൊരു എൻട്രി ഗേറ്റ്. ഇനി ഫുട്പാത്തിൽ കൂടെ നടക്കാം. ഫുട്പാത്ത് ഇത് 4 റോഡ് വന്ന് ചേർന്ന ജംഗ്ഷനാണ് കാഞ്ഞിരംകുളം KSRTC ബസ് സ്റ്റോപ്പ്. ഈ ഒരു കാഞ്ഞിരംകുളം ജംഗ്ഷൻ നിന്നും പൂവാർ പോകുന്ന റോഡിൽ തന്നെ നമ്മളെ എന്നുള്ളത് ഒരു സ്റ്റേഡിയം ഉണ്ട്, ഗ്രൗണ്ട് ഉണ്ട്. കാഞ്ഞിരംകുളം ഫേമസ് ആണ്. ഈ സ്കൂൾ കായിക മേള അങ്ങനെയുള്ള സംഭവമൊക്കെ വരുമ്പം ഇവിടെ വെച്ചാണ് നടത്തുന്നത്. നടന്നു വന്നപ്പോൾ കണ്ട് ന്യൂട്രിയസിൻ്റെ ഔട്ട്ലെറ്റ്. നടന്നു വന്നപ്പോൾ ചെറിയ ക്ഷേത്രം കണ്ടു കേട്ടോ. പിന്നെ നമ്മൾ ജംഗ്ഷനിലോട്ട് അടുക്കും തോറും നമ്മളെ ഹോട്ടൽസ് അങ്ങനെ സാധനങ്ങളൊക്കെയാണ്. റെസ്റ്റോറൻറ്റ്, ഹോട്ടൽ, ചെറിയ ചെറിയ ബേക്കറീസൊക്കെ. നമ്മൾ ഇനി നടക്കാൻ പോകുന്നത് ഞങ്ങൾ പുല്ലുവിള റോഡാണ്. നമ്മൾ നേരത്തെ ഇവിടെ കൂടെ നടന്ന് അവിടെ പോയി, അവിടെ നിന്ന് അങ്ങോട്ട് പോയി, അവിടെ നിന്ന് ഇങ്ങോട്ട് പുല്ലുവിള റോഡിലോട്ടാണ് ഇനി നടക്കാൻ പോകുന്നത്. എല്ലാ ജംഗ്ഷനിലും അതേതായ രീതിയിലുള്ള കടകൾ എല്ലാ ജംഗ്ഷനിലും. ഇവിടെയാണ് ഇത്തിരി കൂടുതൽ കടകളെന്ന് തോന്നുന്നു ഈ ഒരു വഴിയിൽ. പൂവൊക്കെ വിൽക്കുന്നൊരു കട. ഈ ഒരു വഴിയിലാണ് സ്കൂപ്സും ഉള്ളത്. എന്ന് പറഞ്ഞാൽ നെയ്യാറ്റിങ്ങര വഴിയിൽ ഐസ് ബേയും, പൂവാർ പോകുന്ന വഴിയിൽ ന്യൂട്രി ഐസും, പുല്ലുവിള പോകുന്ന റൂട്ടിൽ സ്കൂപ്സിൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ട്, ഐസ്ക്രീമിൻ്റെ ഔട്ട്ലെറ്റ്. ൻ്റെ പേര് അപ്സര കട. ജിഷ്ണു അൾട്രാടെക് സിമെൻറ്റ്, അംബുജ സിമെൻറ്റിൻ്റെ ഗോഡം. തൊട്ട് ഓപ്പോസിറ്റാണ് നമ്മളെ ചൗപ്പട്ടി ഒക്കെ ഉണ്ടാക്കുന്ന കട. വിനീത് ഫർണിച്ചേഴ്സാണ്. പഴയ സ്റ്റൈൽ മുടികെട്ട് കട കേട്ടോ. പിന്നെ പഴയ സ്റ്റൈലിലുള്ള മുടി വെട്ടുന്ന ഒരു കട. അത് കണ്ടുകൊണ്ട് ഞാൻ കാണിച്ചതേ ഉള്ളൂ. പിന്നെയും ഇതാ കാഞ്ഞിരംകുളം ജംഗ്ഷനിലോട്ട് പോവുകയാണ്. തടിയൊക്കെ കൊണ്ടുപോകുന്നൊരു വണ്ടി. എന്ത് വാങ്ങിച്ചാലും buy 1 get 1 ഫ്രീ ഓഫർ. അത് ഗ്ലാസ് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഓണ സമയത്ത് പൂവൊക്കെ വില കുറച്ച് കിട്ടും കേട്ടോ. ട്രക്കിൽ കാർ കൊണ്ടുപോകുന്നു. ഇനി നമ്മുടെ ജംഗ്ഷൻ്റെ സെൻറ്ററിൽ കുഞ്ഞു കൃഷ്ണൻ നാടാർ എന്നെഴുതിയിട്ടുണ്ട് പേര്. പുള്ളി പ്രതിമയുണ്ട്. എനിക്ക് അറിയില്ല ആരാണെന്ന്. അതിനെക്കുറിച്ച് എന്തെങ്കിലും അറിവുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് സെക്ഷനിൽ ഒന്ന് ഇട്ടേക്കണം കേട്ടോ. ഇന്നലെ ഇവിടെ ഒടുക്കത്തെ മഴയായിരുന്നു, ഇന്ന് ഒടുക്കത്തെ വെയിലും. നടന്നു വന്നപ്പോൾ ഞാൻ ഒരു മില്ല് കണ്ടു കേട്ടോ. പകൽ സമയത്ത് ഉച്ചയ്ക്ക് 12-1 മണിക്ക് ഇതാ ലൈറ്റ് എത്തി കിടക്കുന്ന സ്ട്രീറ്റ് ലൈറ്റ്. കാഞ്ഞിരംകുളം ജംഗ്ഷനിൽ നിന്ന് ഞാൻ ദിവസം മൈലോൺസി സൈനിങ് ഓഫ്. അപ്പോൾ അപ്പോഴത്തേക്ക് ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം.